വടക്കൻ പാട്ടിൻ്റെയും കളരിപ്പയറ്റിൻ്റെയും ഈറ്റില്ലമായ കോഴിക്കോട് ജില്ലയിലെ വടകര പാർലമെന്റ് നിയോജക മണ്ഡലം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിനോടകം തന്നെ ജനശ്രദ്ധ പിടിച്ചുപറ്റി കഴിഞ്ഞു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം നിലവിലുള്ള രണ്ട് നിയമസഭാ സാമാജികർ തമ്മിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളത് അത്യന്തം കൗതുകകരമായ ഒരു വസ്തുതയാണ്. വടകര നിയോജക മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറി മറിയുന്നതാണ്. കോഴിക്കോട് ജില്ലയിലെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പാർട്ടി ഗ്രാമങ്ങൾ ഏറെയുള്ള ഒരു പ്രദേശമാണ് വടകര. തലശ്ശേരിയുമായിട്ടൊക്കെയുള്ള ഭൂമിശാസ്ത്രപരമായ ബന്ധവും എടുത്തു പറയത്തക്കതാണ്. അതുപോലെ തന്നെ ഒഞ്ചിയം എന്ന് പറയുന്ന കേരളത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട സ്ഥലമൊക്കെ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് അറിയപ്പെടുന്നതാണ്. അവിടെയാണ് ഈ പ്രാവശ്യം രണ്ട് നിയമസഭാ സാമാജികർ തമ്മിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്നത്. വടകര നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 3 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും 2009, 2014 2004 ശ്രീമാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ 2 പ്രാവശ്യവും ശ്രീ K മുരളീധരൻ 1 പ്രാവശ്യവും വിജയിച്ച മണ്ഡലമാണ്. അതിൻ്റെ മുൻകാലങ്ങളിലാകട്ടെ CPMന്റെ മുൻനിര നേതാക്കളായ ശ്രീമാൻ O ഭരതൻ, ശ്രീമതി AK പ്രേമജം, ശ്രീമതി P സതീദേവി തുടങ്ങിയ നേതാക്കളും അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാകും വടകര നിയോജക മണ്ഡലത്തിന്റെ രാഷ്ട്രീയ നിറം മാറി മറിയുന്നത് ആണ് എന്നത്. ഇപ്രാവശ്യം വളരെ അത്ഭുതകരമായ ഒരു മാറ്റമാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ UDFന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന് എല്ലാവരും ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരർത്ഥത്തിൽ LDFകാരെയും UDFകാരെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു UDFന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന്റെ പ്രധാനമായ കാരണം നിലവിലുള്ള അവിടുത്തെ UDFന്റെ MP ആയ ശ്രീമാൻ K മുരളീധരൻ അവിടെ നിന്ന് തന്നെ വീണ്ടും മത്സരിക്കും എന്നുള്ളതായിരുന്നു ഏറ്റവും ഒടുവിൽ വരെ ഉണ്ടായിരുന്ന വാർത്ത. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് വളരെ അപ്രതീക്ഷിതമായി എന്ന് തന്നെ പറയാവുന്ന ഒരു തീരുമാനം എടുത്തത്. ആ തീരുമാനം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വളരെയേറെ ചർച്ചയ്ക്ക് വഴിതെളിച്ചു. ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശ്രീമാൻ K മുരളീധരനെ അദ്ദേഹത്തിന്റെ തട്ടകമായ വടകരയിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിന്റെ ജന്മനാടായ തൃശ്ശൂര് മത്സരിക്കുന്നതിനായി നിയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി UDFനെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ ഒരു പകരക്കാരനെ, തക്കതായ ഒരാളിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ അത്ഭുതകരം എന്ന് പറയട്ടെ, ഹൈക്കമാൻഡും കേരളത്തിലെ പാർട്ടി നേതൃത്വവും UDFിലെ ഘടകകക്ഷികളുമെല്ലാം വളരെ ജിജ്ഞാസയോടും ഉത്കണ്ഠയോടും കൂടെ കാത്തിരുന്നപ്പോഴാണ് അതിപ്രധാനമായ തീരുമാനമെന്ന രീതിയിൽ പാലക്കാട്ടെ MLA ആയ യുവ നേതാവായ 41 വയസ്സ് മാത്രം പ്രായമുള്ള MBA ബിരുദധാരിയായ ചുറുചുറുക്കുള്ള ശ്രീമാൻ ഷാഫി പറമ്പിലിനെ വടകരയിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. ഒരുപക്ഷെ ഷാഫി പറമ്പിൽ പോലും അദ്ദേഹം ഈ അടുത്ത സമയങ്ങളിലൊക്കെ ആവർത്തിച്ചു പറയുന്നു, എന്നെ പോലും ഞെട്ടിപ്പിച്ച ഒരു തീരുമാനമായിരുന്നു. ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നതല്ല എൻ്റെ നിയമസഭാ മണ്ഡലം നിയമസഭാ അംഗത്വത്തിൽ നിന്ന് മാറി നിന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കണം എന്നുള്ളത്. മാത്രവുമല്ല, അദ്ദേഹം ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാലക്കാട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നയാളാണ്. നിയമസഭയിലെ യുവ സാമാജികരിൽ മുൻനിരയിൽ നിൽക്കുന്ന കാര്യശേഷിയുള്ള, അന്തസ്സോടും മാന്യതയോടും കൂടെ നിയമസഭാ സമ്മേളനത്തിൽ പെരുമാറുന്ന, കാര്യങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കുന്ന, നാവുപിഴ ഉണ്ടാകാത്തതായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് ശ്രീ ഷാഫി പറമ്പിൽ എന്നത്. എല്ലാവരെയും വികാരപരമായ ഒരു
ഘട്ടത്തിൽ കൊണ്ട് തന്നെ എത്തിച്ചു അദ്ദേഹത്തിന്റെ പാലക്കാട്ട് നിന്നുള്ള യാത്രയയപ്പ് സമ്മേളനം കണ്ടപ്പോൾ എന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആശ്ചര്യമായി പാലക്കാട്ടെ ജനങ്ങൾ അദ്ദേഹത്തെ ഇന്നലെ ട്രെയിൻ കയറ്റിയപ്പോൾ ആർത്ത് വിളിക്കുകയായിരുന്നു, പൊട്ടിക്കരയുകയായിരുന്നു. കാരണം അദ്ദേഹം ആ തരത്തിൽ പാലക്കാട് ജനങ്ങളുമായി ഇഴുകിച്ചേർന്നിരുന്നു. പാലക്കാട് ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്തിരുന്നു എന്ന് ആ വൈകാരികമായ രംഗം കണ്ടവർക്കെല്ലാം മനസ്സിലായി. ശത്രുക്കളെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തെ പാലക്കാട്ടുകാർ മനസ്സില്ലാ മനസ്സോടെ വടകരയ്ക്ക് യാത്രയാക്കിയത്. അതിനേക്കാൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വീകരണമാണ് അദ്ദേഹം വടകരയിൽ ചെന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത്. ആശ്ചര്യമായി ഒരു ജനസാഗരമാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. UDF ഘടകകക്ഷികളുടെ പ്രതിനിധികൾ മാത്രമല്ല, അതിനുപരിയായി സാധാരണ ജനങ്ങൾ പതിനായിരങ്ങൾ തടിച്ചുകൂടിയാണ് ശ്രീ ഷാഫി പറമ്പിലിന് വടകരയിൽ സ്വീകരണം നൽകിയത്. ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത് UDF തീരുമാനം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം ജനങ്ങൾ ഇതിനോടകം തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ നടക്കാൻ പോകുന്ന മത്സരം പല കാരണങ്ങളാൽ ജനശ്രദ്ധ ആകർഷിക്കുന്നതാണ് എന്നും നാം കാണേണ്ടിയിരിക്കുന്നു. ഇത് പറയുമ്പോൾ ശ്രീ ഷാഫി പറമ്പിലിനെതിരായി LDF നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി പ്രാധാന്യം കുറഞ്ഞതാണ് എന്ന് കരുതുവാൻ ഒരിക്കലും പാടില്ല. ശ്രീമതി KK ശൈലയെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പിണറായി സർക്കാരിൽ താരതമ്യേന മെച്ചപ്പെട്ട പ്രകടനം ഒരു മന്ത്രി എന്ന നിലയിൽ കാഴ്ചവെച്ചയാളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ച ഒരു നിയമസഭാ സാമാജിക എന്ന നിലയിലും അവർ അറിയപ്പെടുന്ന ഒരു മുൻനിര നേതാവ് തന്നെയാണ്. നിപ വൈറസിന്റെ കാലത്തും കോവിഡിന്റെ കാലത്തുമൊക്കെ ഫലകരമായ രീതിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അവർക്കൊരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ PP കിറ്റ് വാങ്ങിയതിലും കയ്യുറ വാങ്ങിയതിലുമൊക്കെയുള്ള ചില ക്രമക്കേടുകളും സാമ്പത്തിക തട്ടിപ്പുകളും ഒക്കെ ഇപ്പോഴും അന്വേഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു മുൻനിര നേതാവ് തന്നെയാണ് ശ്രീമതി KK ശൈലജ. അവർക്കും വടകരയെ മട്ടന്നൂർ MLA ആണെങ്കിലും വടകര അവർക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ്. അവരെ അവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം, അവർക്ക് ജനങ്ങളെയും അറിയാം. അപ്പോൾ ആ തരത്തിൽ പ്രാധാന്യമുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഇടത് ജനാധിപത്യ മുന്നണി വടകരയിൽ നിർത്തിയിരിക്കുന്നത് എന്ന കാര്യവും നാം കാണേണ്ടതായിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വടകര നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അതീവ പ്രാധാന്യമുള്ളതും ജനശ്രദ്ധ ആകർഷിക്കുന്നതുമാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒന്നുകിൽ മട്ടന്നൂർ അല്ലെങ്കിൽ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് നടക്കേണ്ടതായി വരും. ഇതിൽ ആര് ജയിച്ചാലും അതും ഒരു പ്രത്യേകതയാണ് എന്ന് നാം കാണേണ്ടതുണ്ട്. എന്തായാലും വടകരയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാഷ്ട്രീയ ചരിത്രവും പശ്ചാത്തലവും മുൻപ് സൂചിപ്പിച്ചതുപോലെ മാറി മറിയുന്നതാണ്. നിലവിലിരിക്കുന്നതായിട്ടുള്ള K മുരളീധരന്റെ സ്വാധീനം അവിടെ വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെയും അനുഗ്രഹത്തോടു കൂടിയാണ് ശ്രീ ഷാഫി പറമ്പിൽ അവിടെ മത്സരിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ജനങ്ങൾ വളരെ ഐക്യത്തോടുകൂടെ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രീമതി KK രമ MLA പോലെയുള്ള TP ചന്ദ്രശേഖരന്റെ വിധവയായ ശ്രീമതി KK രമ MLA RMP, പാർട്ടിയിൽ നിന്നുള്ള മറ്റ് അവരുടെ അണികൾ, മുസ്ലിം ലീഗിന്റെ അണികൾ ഒക്കെ വളരെ സജീവമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. വടകരയെ സംബന്ധിച്ച് ഏതാണ്ട് 38% വോട്ടർമാർ മുസ്ലിം സമുദായത്തിലുള്ളവരാണ്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിനെ അവിടേക്ക് നിയോഗിച്ചത് എന്നത് ഒരു പരസ്യമായ രഹസ്യമാണ്. എന്തായാലും വടകരയിലെ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. രണ്ട് മുന്നണികൾക്കും നിർണായകമാണ്. മൂന്നാം മുന്നണി NDA താരതമ്യേന വലിയ പ്രസക്തി ഒന്നുമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. അവർ മത്സരിക്കുന്നതിന് വേണ്ടി മത്സരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതേക്കുറിച്ച് വലിയ ചർച്ചയും ഒന്നും പൊതുമണ്ഡലത്തിൽ നടക്കുന്നുമില്ല. എന്നാൽ ശ്രീമതി KK ശൈലജയും ശ്രീ ഷാഫി പറമ്പിലും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വടകര പോലൊരു നിയോജക മണ്ഡലത്തിൽ
മാറി മറിയുന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അത്യന്തം ഉത്കണ്ഠ ഉളവാക്കുന്നതാണ്, ജിജ്ഞാസ ഉണ്ടാക്കുന്നതാണ്, കൗതുകമുണ്ടാക്കുന്നതാണ്. ഏതായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യുവനിരയിൽ നിന്ന് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഏക യുവ MLA അല്ലെങ്കിൽ യുവ സ്ഥാനാർത്ഥി എന്ന് പറയാവുന്ന ആൾ കൂടിയാണ് ഈ ഷാഫി പറമ്പിൽ. അതുകൊണ്ട് യുവജനങ്ങളുടെ പങ്കാളിത്തം നമുക്കെല്ലാം അറിയാം. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വോട്ടവകാശമുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികൾ, അതുപോലെ അദ്ദേഹത്തിന്റെ മുൻ KSU സഹപ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകർ, മഹിളാ കോൺഗ്രസിലെ പ്രവർത്തകർ എല്ലാവരും കയ്യും മെയ്യും മറന്ന് ഷാഫി പറമ്പിലിന്റെ പിന്നിൽ അണിനിരക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ CPM-നെ സംബന്ധിച്ച് ഒരു അഭിമാന പ്രശ്നമായി അവർ എടുത്തിരിക്കുന്നു. സീനിയർ ആയിട്ടുള്ള ഒരു നേതാവിനെ അവർക്ക് ഒരു കാരണവശാലും ഒരു തോൽവിക്ക് വിട്ടുകൊടുക്കാൻ സാധ്യമല്ല. കഴിഞ്ഞ പ്രാവശ്യം P. ജയരാജനെയൊക്കെ മലർത്തി അടിച്ചാണ് K. മുരളീധരൻ അവിടെ വിജയിച്ചത്. അതുകൊണ്ട് അട്ടിമറി സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും വടകര കേരളത്തിലെ 20 പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ പല കാരണങ്ങളാൽ സവിശേഷ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം തീയതി ഔദ്യോഗികമായി പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിലും പ്രചരണ കോലാഹലങ്ങൾ ആരംഭിച്ചു. 2 മുന്നണികളും സജീവമായി കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. വലിയ സീനിയർ നേതാക്കന്മാരെല്ലാം ഇനിയും ഒന്നിനു പുറകെ ഒന്നായി ആ മണ്ഡലത്തിൽ പ്രവർത്തനത്തിൽ ഇറങ്ങും. അതുകൊണ്ട് വടകരയിലെ ഈ പ്രാവശ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പല കാരണങ്ങളാൽ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അത്യന്തം കൗതുകമുളവാക്കുന്നതാണ് എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്.